കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽപ്പെട്ട ലോറി ഡ്രൈവറെ രക്ഷിക്കാൻ കഴിയാവുന്നത്ര എല്ലാ പ്രവർത്തനങ്ങളും കർണാടക സർക്കാർ നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നതായും ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ ഞങ്ങളിത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് ദൗത്യം. അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ നിരന്തരമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. സർക്കാരിന് ഉദാസീനത ഇല്ലെന്നും പ്രതികൂല കാലാവസ്ഥയും മണ്ണിടിച്ചിലും ഉപകരണങ്ങൾ സ്ഥലത്തെത്തിക്കാനുള്ള അസൗകര്യങ്ങളുമാണ് തെരച്ചിലിനെ ബാധിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് കെട്ടിച്ചമച്ച ആരോപണങ്ങളായിരുന്നുവെന്നും തെറ്റായ ആരോപണങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പാർട്ടി ഒറ്റക്കെട്ടായിട്ടല്ലേ ഉമ്മൻചാണ്ടിയുടെയും അവരുടെ ആരോപണ വിധേയരായവരുടെയും പുറകിൽ നിന്നത്? പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. പാർട്ടി ഒരു തരത്തിലും അവരെ തള്ളിപ്പറയുകയോ അവരെ മോശക്കാരാക്കുകയോ ചെയ്തില്ല. കാരണം ഇതൊരു തെറ്റായ ആരോപണമാണെന്നും കള്ള ആരോപണമാണെന്നും കെട്ടിച്ചമച്ചാണെന്നും പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ടായി. പാർട്ടിയിൽ ഒരാൾ പോലും അവർക്കെതിരായിട്ടൊരു വാക്കുപോലും അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ, അവരെ കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള ഒരു വാചകം പോലും ഒരാളും പറഞ്ഞിട്ടില്ല. പാർട്ടി സാധാരണ വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ അപ്പം തന്നെ ഇത്രയും ഒരു വിവാദം വരുമ്പോഴേക്കും രണ്ടഭിപ്രായം വരും, നടപടിയെടുക്കണമെന്നുള്ള ഇത് വരുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ്. സാറിൻ്റെ മാത്രമല്ലല്ലോ, സാറിൻ്റെയും മറ്റുള്ള ഒരുപാട് നേതാക്കളുടെയും പേരിലുണ്ടായിരുന്നു. അതെല്ലാം കെട്ടിച്ചമച്ച ആരോപണമാണ് എന്നുള്ള നിലപാട് അന്നും ഇന്നും പാർട്ടി സ്വീകരിച്ചിരുന്നു. പാർട്ടി ഉമ്മൻചാണ്ടിക്കൊപ്പമായിരുന്നുവെന്നും ഒരാൾ പോലും ഉമ്മൻചാണ്ടിയെ കുറ്റക്കാരനായി ചിത്രീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.